മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അശോക് വിളിച്ചു മുഴുമിക്കും മുമ്പേ അവളുടെ അധരങ്ങളെ അവൻ കവർന്നെടുത്തിരുന്നു. ആദ്യമൊന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവന്റെ പ്രണയാർദ്രമായ മധുരത്തിൽ അവൾ ലയിച്ചു പോയിരുന്നു. ഏറെ നേരത്തെ ചുംബനം ശ്വാസത്തെ തടഞ്ഞു വെക്കുന്നതറിഞ്ഞതും അവളുടെ പിടപ്പിൽ അവളിൽ നിന്ന് അകന്നു മാറി അശോക്. എന്തുറ്റി? ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചോ? ഇങ്ങനെ അട്ട അടിക്കുന്ന പോലെ നിന്ന് എങ്ങനെയാ ക്ഷീണിക്കാണ്ടിരിക്കുക? ഇത് കണ്ടോ, എന്റെ ചുണ്ട് മുറിഞ്ഞു. എടുത്തടിച്ച പോലെ അവന്റെ മുഖത്ത് നോക്കി ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു നിധി. ഇത്രയും മനോഹരമായിട്ട് ഉപമിക്കാൻ നിന്നെതിരുമ്പ് അട്ട അടിച്ചിട്ടുണ്ടോ പെണ്ണേ? തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചോദിക്കുന്നവനെ ഇമ വെട്ടാന്ന് നോക്കിപ്പോയി അവൾ. കടിച്ചിട്ടുണ്ട്, ദാ അതിന്റെ ഇപ്പത് ഇവിടെ കിടക്കുന്നു. അല്പം പൊങ്ങിയ തന്റെ വയറിൽ തൊട്ട് ഒരു പുൻചിരിയോടെ പറഞ്ഞു നിധി. അല്ല, എന്താ ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്റെ പെണ്ണിനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. നീ പറഞ്ഞ അട്ടയെ പോലെ ഒന്ന് കടിച്ചാലോ എന്നപ്പൊ ചിന്തിക്കുന്നത്. അത് മനസ്സിലായി. ഈ മൊത്ത ഭാഗത്തിൽ വല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. അവളെ നോക്കി വല്ലാത്തൊരു പുഞ്ചിരി അവന്റെ മുഖത്ത് സ്ഥാനം പിടിച്ചു. എന്റെ പെണ്ണ് അത്രയ്ക്ക് അങ്ങ് പേടിക്കണ്ട. അങ്ങനെ പെട്ടെന്നൊന്നും ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഏതായാലും നെക്സ്റ്റ് ടൈം ചെക്കപ്പിന് പോകുമ്പോ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം, എന്നിട്ട് ആലോചിക്കാം. അയ്യേ, ഈ മനുഷ്യനൊരു നാണമില്ലേ? ഇതിനൊക്കെ ഇങ്ങനെ നാണിക്കേണ്ട കാര്യം എന്താടി? യു ആർ മൈ വൈഫ്. തന്നിലേക്ക് ചേർത്ത് വെച്ച് പറയുമ്പോൾ പെണ്ണിന്റെ മുഖം വല്ലാണ്ട് ചുവന്ന് തുടുത്തിരുന്നു. ഒരു പുൻചിരിയോടെ അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് ചുംബിച്ച് പതിയെ ഒന്ന് കടിച്ചെടുത്തു. ഒരു കുറുകലോടെ നിധി അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. അശോക് നിധിയും തിരിച്ചെത്തിയ തൊട്ട് കൈലാസത്തിൽ മാലിന്യം സൗഗന്ധി ഒഴികെ ബാക്കി എല്ലാവരിലും നിറഞ്ഞ സന്തോഷമായിരുന്നു. നിധിയെയും അത്രമേൽ സ്നേഹത്തോടെയാണ് എല്ലാവരും ചേർത്ത് നിർത്തുന്നതും. എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് ഒരുക്കി വെച്ച ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും മാലിന്യം സൗഗന്ധിക്കും അപ്പോഴൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. സ്നേഹത്തോടെ അരുന്ധതിയും സരസ്വതിയും നിധിയുടെ വായിലേക്ക് ആഹാരം മാറി കൊടുക്കുന്നു. അശോക അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ലാതെ ദേഷ്യം അടക്കി പിടിച്ച് മിഴികളടച്ച സൗഗന്ധി. ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും ഹാളിലായി ഒത്തുചേർന്നു. മോനെ രാജ, ഇനി എനിക്ക് എല്ലാവരോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. അരുന്ധതി വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ രാജവർമ്മയെ എല്ലാവരും എന്താണെന്ന സംശയത്തോടെ നോക്കി അരുന്ധതിയെ. സംശയിക്കേണ്ട, വേറൊന്നുമല്ല. നമ്മുടെ കുടുംബവും പിന്നെ ദേ നിധിയുടെ വീട്ടുകാരും അവളുടെ കൂട്ടുകാരും എല്ലാം വിളിച്ചൊരു പാർട്ടി നടത്തണം. ഗ്രാൻഡ്മ, വൈ ഈസ് ഇറ്റ് നോ പാർട്ടി? അശോക് തെളിഞ്ഞ സംശയത്തോടെ തന്നെ ചോദിച്ച അരുന്ധതിയോട്. പറയാ അശോക്, എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വിവാഹം നടന്ന സമയത്ത് നിന്റെ അവസ്ഥയല്ല. മാത്രമല്ല, അന്നൊരു റിസപ്ഷൻ നടത്താനും നല്ലപോലെ നമുക്ക് പറ്റിയതുമില്ല. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ ഈ സന്തോഷത്തിലൊരു ഇരട്ടി മധുരം എന്ന പോലെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചൊരു പാർട്ടി നടത്താം. അന്ന് നിധിമോളുടെ ഫ്രണ്ട്സിനൊന്നും നല്ലപോലെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലായിരുന്നല്ലോ. പലർക്കും വിഷമം, സങ്കടം. എന്തായാലും ഇപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞു. ഒരു ജൂനിയർ അശോക് കൂടെ നമ്മുടെ കുടുംബത്തിൽ വരാൻ പോവല്ലേ ഉടനെ. അപ്പോൾ ശരിയാ അമ്മ പറഞ്ഞ്. ഞാനും ഇടയ്ക്കൊന്നും ഈ കാര്യം ചിന്തിക്കാതിരുന്നില്ല. ഏതായാലും അമ്മ പറഞ്ഞ പോലെ അന്ന് നടക്കാതിരുന്ന റിസപ്ഷനായി നമുക്ക് ഇപ്പം അങ്ങ് നടത്താം. ഏതായാലും ഒരു നല്ല തീയതി കുറിച്ച് എല്ലാവരും അറിയിക്കണം. ആഘോഷമായിട്ട് തന്നെ നടക്കണമെല്ലാം. വളരെ സന്തോഷത്തോടെ രാജവർമ്മയും മറുപടി അറിയുമ്പോൾ രണ്ടുപേരൊഴി എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും തിരിനാമ്പ് മുട്ടിട്ടിരുന്നു. എന്നാ ഇനി നല്ലൊരു ദിവസം നോക്കി തീരുമാനിക്കാം. മോളെ നിധി, നിന്റെ കൂട്ടുകാരെയൊക്കെ തലേന്ന് തന്നെ ഇവിടെ എത്താൻ പറഞ്ഞേക്കണം. പറയാം മുത്തശ്ശി. പിന്നെ ഇവിടെ അടുത്ത് നിന്റെ ഒരു കൂട്ടുകാരി കൂടി ഇല്ലേ? അവളെയും കൂടെ വിളിക്കണേ. നീലുമല്ലേ? അവളെ മാത്രമല്ല, ഭാസ്കരച്ചൻ, നളിനിയമ്മ, അവരൊക്കെ വിളിക്കണം മുത്തശ്ശി. പുഞ്ചിരിയോടെ പറയുന്നവരുടെ മുഖത്തെ സന്തോഷം കാണി എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സംതൃപ്തി പോലെ. അശോക്, നമുക്ക് നാളെ നീലുവിന്റെ വീട്ടിൽ പോയാലോ? അതിനെന്താ, നിന്നെ എവിടേക്ക് വേണേലും ഞാൻ കൊണ്ടുപോയില്ലേ നിധി? തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പറയുന്നവനെ നിധി ഇറുകെ പുണർന്ന് അവനിലേക്ക് ചേർന്ന് നിന്നു. ഫോൺ ഓഫ് ചെയ്ത് പുൻചിരിയോടെ മാലിന്യം തിരിഞ്ഞതും അവര് ദേഷ്യത്തോടെ നോക്കുന്ന സായി ശർമ്മയാണ് കണ്ടത്. നിങ്ങളോ? എന്താ മനുഷ്യ പേടിപ്പിക്കാനായിട്ട്? നിങ്ങളുടെ ബിസിനസ്സും തിരക്കൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇനി കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, നീ ഇപ്പം ആരോടാ ഫോൺ സംസാരിച്ച്? അത് നമ്മുടെ മോൻ. നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു, എല്ലാത്തിനും കണക്ക് ചോദിക്കാൻ. നമ്മുടെ മോൻ. നിർത്ത്. നീ ഈ വീട്ടിലെ മകളായിട്ട് പോലും നിനക്ക് ഈ കുടുംബത്തിന്റെ സന്തോഷത്തിലും സമാധാനത്തിലും പങ്കുചേരാൻ കഴിയാത്തത് എന്റെ കുറ്റമല്ല. നിന്റെ മോൻ ചെയ്ത അത്ര വലിയ കാര്യമൊന്നുമല്ല. ഓഹോ, അപ്പൊ നിങ്ങളൊന്ന് ഇവിടെ ഉള്ളവരുടെ പക്ഷം നിൽക്കാനാണോ? എന്നാ എനിക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അമ്മയും മക്കളും കൂടെ സ്വന്തം കുഴി തന്നെയാണ് തോണ്ടിയെടുക്കുന്നതെന്ന് ചിന്ത ഉണ്ടായ നന്ന്. മാലിന്യെ പൂച്ചിച്ച് സായി തന്റെ ബാഗ് ബെഡിലേക്ക് വെച്ച് കോട്ടും വാച്ചൂരി വാഷ്റൂമിലേക്ക് കയറി. ഇനി എന്റെ പ്ലാനൊക്കെ ഇങ്ങനെ നശിപ്പിക്കോ ഈശ്വര.
ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ മുഷ്ടിയുരുട്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ മാലിനി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സൗഗന്ധിയെ കണ്ട് സംശയത്തോടെ അടുത്തേക്ക് ചെന്നു. പുറത്തേക്കുള്ള നോട്ടത്തിനൊപ്പം അവളുടെ കൈകൾ കേട്ടിനിൽ മുറുകുന്നുണ്ട്. ഇതിന് മാത്രം എന്താണെന്ന ചിന്തയിൽ ഒന്ന് ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് നോക്കി മാലിനി. ഗാർഡനിൽ അശോകിന്റെ മടിയിലായിരിക്കുന്ന നിധി കട്ട് ചെയ്ത മിക്സഡ് ഫ്രൂട്ട്സ് ഫോർക്ക് വെച്ച് അവളുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഇരുവരും. എന്റെ മോൾക്ക് ഇപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടാവും അല്ലേ? ചുവന്നു കറങ്ങിയ കണ്ണുകളോടെ അവൾ മാലിനിയെ നോക്കി. നിന്റെ സങ്കടപ്പ് ഈ അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം ഞാൻ മോൾക്കൊരു ഉറപ്പ് വരാം. ഇവിടെ എല്ലാവരും കൂടെ തീരുമാനിച്ചെടുത്ത പാർട്ടിയില്ലേ, അത് തീരുമ്പോൾ അതിൻ്റെ അവസാനം ദേ ആ നിൽക്കുന്ന ഇണക്കുരുവികളെ രണ്ടിനെയും ഈ മാലിനി രണ്ടാക്കിയിരിക്കും. മോള് നോയിക്കോ. അത്രമേൽ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് മാലിനി നടന്നു നീങ്ങുമ്പോൾ മനസ്സിൽ വീണ്ടും ഒരു പ്രതീക്ഷയുടെ തിരുനാളമുണ്ടെന്ന പോലെ തോന്നി അവളിൽ. രാവിലെ റെഡിയായി കണ്ണാടിക്കുമ്പിൽ നോക്കി മുടി ചെയ്യുന്ന അശോകിനെ കാണെ നിധി സംശയത്തോടെ നോക്കി. ശേഷം പുറകിലൂടെ വന്ന് അവനെ ഇറുകെ പുണർന്നു. അതെ, ഇത് ഇങ്ങോട്ട് ഇത്ര രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങുന്ന മിസ്റ്റർ അശോക് ഗുപ്ത? കുശുമ്പോട് ചോദിക്കുന്നവളെ മുന്നിലേക്ക് വലിച്ചു നിർത്തി ഇരുകൈകളാൽ ചുറ്റിപ്പിടിച്ചു അശോക്. ഇത്രയും ദിവസം എൻ്റെ ഭാര്യയുടെ പിണക്കം മാറ്റിയായിരുന്നില്ലേ? ഇന്നിനി ഓഫീസിൽ പോകണം. അപ്പൊ ഇന്ന് നീലുവിന്റെ വീട്ടിൽ പോന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു അല്ലേ? ചുണ്ടൂർപ്പിച്ച് പറയുന്നവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ നെറുകയിൽ ചാർത്തി സിന്ദൂരത്തിലൊന്ന് ചുണ്ട് ചേർത്തു. അങ്ങനെ ഈ അശോക് നിന്നെ പറഞ്ഞു പറ്റിക്കാൻ തോന്നുന്നുണ്ടോ നിധി? നേരത്തെ ചിരിയോടെ അവൾ അശോകിനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. ഇന്ന് പോകേണ്ട അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാൽ ഞാൻ ഉച്ചയാകുമ്പോൾ വരും. നമുക്ക് വന്നിട്ട് ഒരുമിച്ച് പോവാം. നീ അപ്പോഴേക്കും റെഡി ആയിട്ടിരിക്കുക. നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് നീന്തി വലിഞ്ഞ് പെരുവിരൽ പൊക്കി അവന്റെ അതിരങ്ങളിലേക്ക് ചുണ്ടി ചേർത്ത് അവൾ. അകന്നു മാറും മുമ്പേ അതിന്റെ ഇണയും അതിനെ കവർന്നെടുത്തിരുന്നു. അശോക് പോയതും ഫോണെടുത്ത് ദുർഗയും സത്യയും തന്റെ കൂട്ടുകാരെ ഓരോരുത്തരെയായി വിളിച്ച് സംസാരിച്ചിരുന്നു. പെട്ടെന്ന് ഡോറ് മുട്ടുന്ന ശബ്ദം കേട്ട് കോള് കട്ട് ചെയ്ത് ഡോറ് ചെന്ന് തുറന്നു. കയ്യിലെന്തോ കവർ പിടിച്ച് നിൽക്കുന്ന സരസ്വതി കണ്ടവളൊന്ന് പുഞ്ചിരിച്ചു. ആ അമ്മേ, നീ എന്ത് ചെയ്യാ? കിടക്കുകയായിരുന്നു? അല്ല, ഞാൻ വീട്ടിലേക്ക് അമ്മായിയും മാമിയൊക്കെ വിളിക്കായിരുന്നു. ആ, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? അയ്യോ വേണ്ടമ്മേ, ഞാനിപ്പോൾ കുറച്ച് മുന്നേ കഴിച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ വിശപ്പില്ല. ആ, നീ ഇതേ പറയും. അതുകൊണ്ട് രേണു ഇപ്പം നിനക്കുള്ള ജ്യൂസ് കൊണ്ടുവരും. ഇല്ലെങ്കിൽ അവൻ കുറച്ച് കഴിഞ്ഞ് വരുമ്പേ അവൻ്റെ ഭാര്യ ക്ഷീണിച്ചിരിക്കുന്ന കണ്ട അത് മതിയാവും. ഒരു പുഞ്ചിരിയോടെ സരസ്വതി പറയുമ്പോൾ നിധി ഒന്ന് നാണത്തോടെ പുഞ്ചിരിച്ചു. ആ മോളെ നിധി, ഞാനിപ്പോൾ വന്നതേ ഇത് ഇന്നലെ രാജേട്ടൻ കൊണ്ടുവന്ന. എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും മെഡിസിൻ പെട്ടെന്ന് മാറ്റുന്നത് ശരിയല്ലെന്ന് വൈദ്യര് പറഞ്ഞ് അവിടുന്ന് കൊടുത്തുവിട്ട മരുന്നുകളാണ്. ഇതുവരെ കുടിച്ചിരുന്ന മെഡിസിൻ്റെ കൂടെ 2 പുതിയ മെഡിസിൻ ചേർത്തെന്ന് മാത്രം. ആദ്യം കുടിച്ച ഒരെണ്ണം അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നും ഇത് രാവിലെ അശോകിന് കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. പിന്നെ പഴയ പോലെയല്ല, ഇതെല്ലാം ആയുർവേദിക് മരുന്നുകളാണ്. ഇനി അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകരുത്. അത് മാത്രമായി ഇപ്പോൾ ഈശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നീ കൂടെയുള്ളതുകൊണ്ട് അവനൊന്നും പറ്റില്ലെന്നറിയാം. എന്നാലും വൈദ്യരൂടെ പറയുമ്പോൾ നമ്മളത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ കുടിപ്പിച്ചോളാം അമ്മേ. അമ്മ ടെൻഷനാവണ്ട. അശോകിന് ഇനി ഒന്നും വരില്ല. വരാൻ ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ട് അമ്മയ്ക്ക്. ഈ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ മോള് റെസ്റ്റ് എടുക്കുക. ഞാൻ മോൾക്കുള്ള ജ്യൂസ് എടുത്ത് കൊണ്ടുവരാം. രേണുക അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രീവിദ്യ മോള് പരാതി പറഞ്ഞ് കൂടെയുണ്ട്. ഇതുവരെ അമ്മ എനിക്കൊന്നും ഉണ്ടാക്കി തന്നില്ല, എല്ലാം നിധി ചേച്ചിക്കാണെന്നും പറഞ്ഞ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ശരി. സരസ്വതി പോയതും നിധി ഡോറടിച്ച് ലോക്ക് ചെയ്തു. കയ്യിലെ മരുന്ന് കവറിലേക്ക് രൂക്ഷമായി നോക്കി. ഉള്ളിലൊരു വെള്ളിടി വെട്ടും പോലെ വേഗം ചെന്ന് എന്തോ ഓർമ്മയിൽ കബോർഡിലുള്ളതെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടു. അന്ന് നടന്ന സംഭവങ്ങൾക്കിടയിൽ ഈ കാര്യം താൻ പാടെ മറന്നതാണ്. അശോകിനോടെല്ലാം പറയണം. ഇനി അവനെ ആ അവസ്ഥയിൽ കാണാനുള്ള ശേഷി തനിക്കില്ല. എന്തൊക്കെ വന്നാലും ഇതിനു പുറകിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. അശോകിനെ അത്രമേൽ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയെ ചതി ചെയ്യില്ല. എന്നാൽ കൂടെ നിന്ന് ചതിക്കുന്ന ആരോ ഉണ്ട്, കണ്ടെത്തണം. ഈ മരുന്നുകളിലും ഇനി അന്നത്തെ പോലെ എന്തെങ്കിലും ഉണ്ടാവുമോ? നീലുവിനോട് അന്വേഷിച്ചാൽ മനസ്സിലാവും. പക്ഷേ അശോകിന്റെ മുന്നിൽ വെച്ച് ഇതെങ്ങനെ? ഒരു കാര്യം ചെയ്യാം, നീലുവിന് മെസ്സേജ് അയച്ച് ചോദിക്കാം. കാര്യങ്ങൾ അറിയുന്നവർ അശോക് ഈ കാര്യം അറിയണ്ട. ഏതായാലും ഇന്ന് നീലുവിനെ കാണുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. മനസ്സിൽ മുട്ടിട്ട പല ചിന്തകളോടെ അവൾ വേഗം ഫോൺ എടുത്ത് കയ്യിൽ കിട്ടിയ മരുന്നുകളെല്ലാം ഫോട്ടോ എടുത്ത് നീലുവിന് അയച്ചു കൊടുത്തു. വല്ലാത്ത നെഞ്ചിരിപ്പോടെ നീലു മെസ്സേജ് നോക്കുന്നുണ്ടോ നോക്കി ഫോണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു നിധി. അല്പനേരം കഴിഞ്ഞതും നീലു താൻ അയച്ചെല്ലാം കണ്ടു എന്ന് മനസ്സിലായതും അവളുടെ മറുപടിക്കായി കാത്തിരുന്നു. നോക്കിയിട്ട് അറിയിക്കാമെന്ന് നീലുവിന്റെ മെസ്സേജ് കണ്ടതും ഫോൺ ബെഡിലേക്ക് വെച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്നു നിധി. പെട്ടെന്ന് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് നിധി മിഴികൾ തുറന്ന് സംശയത്തോടെ നോക്കി. മമ്മ രേണു ക്യാൻഡി ജ്യൂസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഓർത്തോ നിർത്തി വെച്ച മരുന്നുകളെല്ലാം എടുത്ത് കബോർഡിലേക്ക് എടുത്തു വെച്ചു. ഇട്ടിരുന്ന ചുരിദാറിന്റെ തുമ്പ് കൊണ്ട് മുഖമെല്ലാം അമർത്തി തുടച്ച് ചെന്ന് ഡോർ തുറന്നു. ആ മോൾ ഉറങ്ങിപ്പോയോ? അത് ചെറിയ ക്ഷീണം, അറിയാതെ ഉറങ്ങിപ്പോയി ആൻറ്റി. ആ ചുമ്മാതല്ല, മുഖക്കാകെ വിളറിയിട്ടുണ്ട്. ഫുഡ് നന്നായി കഴിക്കാഞ്ഞിട്ടാ. ദേ ഇത് കുടിക്ക്.
കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടുവരാം. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല ആൻറ്റി. ആ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ നിധി, ഇത് ഞങ്ങളുടെ ജൂനിയർ അശോകല്ലേ? ചിരിയോടെ പറയുന്ന രേണുകയെ അവൾ പുഞ്ചിരിയോടെ നോക്കി. അല്പനേരം അവളോട് സംസാരിച്ച് ജ്യൂസ് മുഴുവനായി അവളെ കുടിപ്പിച്ച ശേഷമാണ് രേണുക അവിടുന്ന് പോയത്. വീണ്ടും പല ചിന്തകളോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഫോൺ റിങ് ചെയ്യുന്ന കണ്ടതും വെപ്രാളത്തോടെ ചെന്ന് ഫോൺ കയ്യിലേക്ക് എടുത്തു. നീലുവാണെന്ന് കണ്ടതും ധൃതിയോടെ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ നീലു. ആ നിധി, പിന്നെ ഇതിലൊരു യെല്ലോ കളറുള്ള മെഡിസിൻ ഇല്ലേ, അത് തൽക്കാലം കൊടുക്കണ്ട. ബാക്കിയെല്ലാം കാൽസ്യം മിൻറ്റുപാറിനുള്ള മെഡിസിനാണ്, അത് കൊടുത്തേക്ക്. അപ്പം നീലു ആ മരുന്ന്? അത് നീ അന്ന് കൊണ്ടുവന്ന സെയിം മരുന്ന് തന്നെയാണ്, അതിൻ്റെ മറ്റൊരു വെർഷൻ. രണ്ടും കമ്പനി മാറ്റുണ്ടെന്നേ ഉള്ളൂ, എഫക്റ്റ് ഒന്ന് തന്നെയാണ്. തൽക്കാലം കൊടുത്തിൻ്റെ അശോകനെ വീണ്ടും ചങ്ങലയിൽ തളച്ചിടണ്ട. നീലു, എന്നാലും ഇത്രമാത്രം അശോകനോട് ഈ ക്രൂരത ചെയ്യുന്ന ആരാവും നീലു? നിറഞ്ഞു വന്ന വേദനയോടെ ചോദിച്ചു നിധി. നീ വിഷമിക്കാൻ നിധി, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ആ എന്നേ വെക്കട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി നീലു. നീലു ഫോൺ വെച്ചതും നിധി ചെന്ന് മെഡിസിൻ എല്ലാം എടുത്ത് മാറ്റി വെച്ചു. മനസ്സുമില്ലാതെ പിടയുന്ന പോലെ തോന്നിയതും ഫോണെടുത്ത് അശോകിനെ വിളിച്ചു. 3 പ്രാവശ്യം റിങ് ചെയ്തെങ്കിലും കോൾ എടുത്തില്ല. തിരക്കിലാവുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ വീണ്ടും വിളിക്കാൻ നിന്നില്ല. പിന്നെ പതിയെ താഴേക്ക് നടന്ന് മുത്തശ്ശിക്ക് അടുത്തേക്ക് ചെന്നു. ആ ഇതൊക്കെ കഴിക്കും മോളെ. നിധി, ദേ നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി, ദേ കഴിക്ക്. കൂടെ ഇരിക്കുന്ന എല്ലാവരും അവളെ നിർബന്ധിച്ചെല്ലാം കഴിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് അരുന്ധതിയും സരസ്വതിയും മത്സരിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മതി മുത്തശ്ശി, അമ്മ പ്ലീസ് മതി. ഇനി അമ്മയുടെ മോൻ കൂടെ വന്ന അപ്പോഴുണ്ടാവും ജൂനിയർ അശോകിന് വേണ്ടിയെന്നും പറഞ്ഞ്. എൻ്റെ വയറ് കണ്ടോ നിറഞ്ഞു മുത്തശ്ശി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ദേ ഇതും കൂടെ പറയുന്നതോടൊപ്പം അവളുടെ വായിലേക്ക് വീണ്ടും ചോറ് വാരി കൊടുത്തു. ആ മോളെ നിധി, ഈ വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മോളുടെ അമ്മായിയെ മാമിനെ എല്ലാവരെയും ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ എല്ലാവരും ഇങ്ങോട്ട് വരും. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവരെല്ലാം തലേന്ന് തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങളിത് മോളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ അവരെയും ക്ഷണിക്കണം. പിന്നെ വരുമ്പോൾ അന്നേക്ക് വേണ്ട പുതിയ വസ്ത്രമെല്ലാം എടുത്തിട്ട് വന്നാൽ മതി, അശോകിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല മുത്തശ്ശി, വരുന്ന ഞായറെന്ന് പറയുമ്പോൾ ഇനി ആകെ 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ മുത്തശ്ശി? അതേലോ, ഇനി വെറും 4 ദിവസമേ ഉള്ളൂ. മോൾ അതോർത്ത് ടെൻഷൻ ആവേണ്ട, അപ്പോഴേക്കും എല്ലാം റെഡിയാവും. മോൾ ഇനി ചെന്ന് റെഡിയായിക്കോ. അവൻ ഉച്ചയാകുമ്പോഴേക്ക് വരാന്നല്ലേ പറഞ്ഞ്. ചെല്ലു മോളെ. ശരി മുത്തശ്ശി. നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞ് നിധി എണീറ്റ് കൈ കഴുകി റൂമിലേക്ക് നടന്നു. പോകുന്നുണ്ടില്ലേ, ഒരു പാർട്ടിയുടെ കുറവേ ഉള്ളൂ ശവത്തിന്. നിങ്ങളൊക്കെ സന്തോഷത്തോടെ പാർട്ടി ആഘോഷിക്കുന്ന എനിക്കൊന്ന് കാണണം. അവൾ പോകുന്നു നോക്കി മനസ്സിൽ ഓരോന്ന് പിറുപിറുത്തു മാലിനി. അല്ലമ്മേ, എന്നാലും ഇപ്പം ഈ പാർട്ടി നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? വെറുതെ ഒരുപാട് കാശ് കളയാൻ. ഓ, എന്നു മുതലാ മാലിനി നിനക്ക് ഇത്രയും നല്ല ചിന്തകളൊക്കെ വന്നു തുടങ്ങിയത്? അമ്മേ ഞാൻ വേണ്ട, നീ അല്ലല്ലോ 1 രൂപ പോലും മുടക്കുന്നു. അപ്പം പിന്നെ നീ അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കൂടിയാ മതി. ഓ, അല്ലേലും എൻ്റെ വാക്കിനിവിടെ എന്ത് വിലയാവുള്ളൂ? നിങ്ങൾ പാർട്ടി നടത്തി എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളെല്ലാവരും സാധിച്ചെന്നേ പറ്റൂ. മിഴികൾ നിറച്ച് കള്ളക്കണ്ണീരോടെ മാലിനി എല്ലാവരെയും നോക്കി. മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും സംശയത്തോടെ നോക്കിപ്പോയി മാലിനിയെ. നീ ഇങ്ങനെ കരയാതെ കാര്യം എന്താന്ന് പറ മാലിനി. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവില്ല എന്നറിയാം, എന്നാലും ഞാനൊരു അമ്മയല്ലേ, എൻ്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് വെച്ചാ. മാലിനി, കാര്യം എന്താന്ന് പറ, അല്ലാതെ നീ ഇങ്ങനെ കരഞ്ഞ എങ്ങനെയാ? മാലിനിയുടെ അടുത്തേക്ക് വന്ന് തോളിൽ പിടിച്ച് സരസ്വതി. സരസ്വതി, നീ ഒരു അമ്മയല്ലേ, മറ്റാർക്കും മനസ്സിലായില്ലേലും മകന് നഷ്ടമായ നിനക്ക് മനസ്സിലാവുന്നതിൻ്റെ വേദന എന്താണെന്ന്. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നിങ്ങൾ പാർട്ടി എന്താന്ന് വെച്ചാൽ നടത്തിക്കോ, പക്ഷെ ഈ വീട്ടിലിങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ എൻ്റെ മോനും വേണം. അവന് തെറ്റുപറ്റിയെന്നുള്ള സത്യം തന്നെയാണ്. ആ തിരുത്താൻ ഒരു അവസരം കൊടുക്കാൻ തയ്യാറായോ നിങ്ങൾ ആരെങ്കിലും? മാലിനി, ആദ്യം നീ നിന്റെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് കൂടെ മനസ്സിലാക്ക്. എനിക്കറിയാം അമ്മേ, അവൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം എൻ്റെ മോനെ അകറ്റി നിർത്തിയിട്ട് എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? മാലിനി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സരസ്വതിക്ക് വല്ലാത്ത അലിവ് തോന്നി. അമ്മേ, നീരവ് ചെയ്ത് തെറ്റ് തന്നെയാണ്. എന്നാലും ഒരു അമ്മ എന്ന നിലയിൽ മാലിനിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. തൽക്കാലം പാർട്ടിയുടെ ഒന്ന് അവനും വരട്ടെ. നീ എന്താ സരസ്വതി പറയുന്നേ? നിധി മോളോട് അവൻ ചെയ്തൊക്കെ മറന്നോ നീ? ഇല്ല അമ്മ, അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ അത്. പിന്നെ ഇനി അങ്ങനെ ഒന്നിനാവും മുതിർന്ന അവനോട് മറുപടി ചോദിക്കാൻ പോലും അവൻ ഈ ഭൂമിയിൽ ബാക്കി കാണില്ല അമ്മേ. അശോക്, അവനെക്കുറിച്ച് ഇവർക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നീ പറയുന്നൊക്കെ ശരിയാ, എന്നാലും ശരി, നീ അവനോട് പാർട്ടിക്ക് പങ്കെടുക്കാൻ വരാൻ പറ. എന്ന് കരുതി ഇനിയും മറ്റൊരത്തിൽ അശോകിനോ ഇരിക്കുന്നതിലും കുഴപ്പമുണ്ടാക്കാൻ നോക്കിയാ. ബാക്കി ഞാൻ പറയുന്നില്ല മാലിനി. ഉറപ്പുള്ള വാക്കുകളോടെ പറഞ്ഞ് അരുന്ധതി അവിടെ നിന്ന് എണീറ്റ് തന്റെ മുറിയിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.